അതെ, അപ്പോൾ ആ കറിയുടെ ടെക്സ്ചർ ഒന്ന് നോക്കിക്ക്. ഞാനൊരു പീസ് ഇങ്ങനെ എടുത്ത് കാണിക്കാം. നമ്മുടെ ആ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് വന്നത്. നല്ല അടുപ്പിൽ വെച്ച് ഈ നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആ റെസിപ്പിയുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ലൈഫ് വിത്ത് ആമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ തറയടുപ്പിലാട്ടോ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ മുറ്റത്ത് തന്നെ ഒരു വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ, കടുക്, ഇനി നമുക്ക് കുറച്ച് വറ്റൻമുളക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചൊന്ന് ഇടാമേ. ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ചോറൂണ് നടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വെച്ചാട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടെ നമ്മൾ മുറ്റത്ത് ഇട്ട് വെച്ചതാണ്. ഇനി നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. ഇനി അതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പൊടി ഐറ്റംസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് അതിൽ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ മുളക് പൊടിയിൽ എരിവ് അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ അങ്ങനെയും ഇടാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഇടുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കൊച്ചുള്ളി അങ്ങനെ അരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കറിയൊക്കെ എടുക്കുമ്പോൾ നല്ല ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു കൊച്ചുള്ളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കത്. ഇനി നമുക്കൊരു 2-3 തക്കാളി, നല്ല പഴുത്ത തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസാല ഐറ്റംസ് ഞാൻ നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായത് കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങളാട്ടോ ഞാൻ നല്ല ചൂടാക്കി, അടി കരിയാതെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് തൈര്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഐറ്റം, എന്താ, നാരങ്ങ, ഒരു മുറി നാരങ്ങ നീര്, അത് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്കിതിലോട്ട് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ടിലുള്ള ആ ഒരു വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ചിക്കൻ ചേർത്താൽ മതി. തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല, അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക. ഇനി നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇട്ടേക്കാം. ചിക്കൻ്റെ ലെഗൊക്കെ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് വേവിക്കണം. ചെറിയ തീ തന്നെയാണ്, തീ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വേണ്ടേ, അതൊക്കെ തുറന്നപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല, ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കതൊരു വീഡിയോ ആയിട്ട് ഇടാമേ. ഗരം മസാല ഇട്ടു. ഇനി നമുക്ക് കുറച്ചധികം കുരുമുളക് പൊടി ഇടാം. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി ആ ഐറ്റംസിൽ ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ കൂടുതൽ ചേർത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഈ ചിക്കൻ കറിക്ക് ഈ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കുമ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു പീസ് ഇങ്ങനെ എടുത്ത് നോക്കാം, ലെഗ് തന്നെ എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അറിയാം ചിക്കനൊക്കെ വെന്തോ എന്നുള്ളത്. ആ എല്ലിനിങ്ങനെ അടർന്നു വരുന്നൊരു പരുവമായിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ല കിഡിലെ കറിയാട്ടോ. ഇനി നമുക്ക് ഇത് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ളൊരു ചിക്കൻ കറി ആട്ടോ. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ ട്രൈ ചെയ്യണം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസും സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും എല്ലാം ഒന്ന് ഇട്ട് ഈ ഒരു ചിക്കൻ കറി വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഏത് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. നമുക്ക് പുതിയ റെസിപ്പീസൊക്കെ നോക്കാം. വെയ്റ്റ് ലോസിൻ്റെ ജേർണി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ആ ഒരു ജേർണി ആയിട്ട് നമുക്ക് പ്ലേലിസ്റ്റായിട്ട് ചെയ്യാം. ഓരോരോ ഡേ 1 മുതൽ ഞാൻ ഇടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും
ബൈ.